എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ PSCയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ഒരു ഗവൺമെൻറ് ജോലി എന്നുള്ളത് ഒരു സ്വപ്നമാണ്. അപ്പം ആ ഒരു ഗവൺമെൻറ് ജോലിയിലേക്ക് നമുക്ക് എങ്ങനെയാണ് മുന്നേറാൻ കഴിയുക, അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെ പഠിച്ചു തുടങ്ങണം, തുടക്കക്കാർക്ക് എങ്ങനെയാണ് പഠിച്ചാൽ ഗവൺമെൻറ് ജോലി കിട്ടുക തുടങ്ങിയ കാര്യങ്ങളിലേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് പോയിൻറ്റ്സാണ്, നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട കുറച്ച് പോയിൻറ്റ്സാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ പോയിൻ്റ് എന്ന് പറയുന്നത്, നിങ്ങളുടെ കഴിവിൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് എന്തൊരു കാര്യവും നേടിയെടുക്കാൻ വേണ്ടിയിട്ട് കഴിയുള്ളൂ. അതായത് നിങ്ങളുടെ കഴിവിൽ നിങ്ങൾക്കത് നേടിയെടുക്കാൻ പറ്റും, എനിക്കതിനുള്ള കഴിവുണ്ട് എന്നുള്ളത് ആദ്യം നിങ്ങൾ തന്നെ ഒന്ന് മനസ്സിൽ ഉറപ്പിക്കുക. രണ്ടാമതായിട്ട്, നിങ്ങൾ ആ ഒരു ആഗ്രഹത്തിനനുസരിച്ചിട്ട് അതിനു വേണ്ടിയിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടായിരിക്കണം. അത് എത്രയൊക്കെ ബുദ്ധിമുട്ടാണെങ്കിലും അതിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറായിരിക്കുക. അതായത് ഓരോരുത്തരും പഠിക്കുന്ന രീതിയും പഠിക്കുന്ന സമയവും ഒക്കെ വ്യത്യാസം ഉണ്ടാവും. എന്താണെന്ന് വെച്ചാൽ എല്ലാവരുടെയും കഴിവ് ഒരുപോലെ ആയിരിക്കില്ല. ഒരു കാര്യം പഠിച്ചെടുക്കാൻ ചിലർക്ക് കൂടുതൽ സമയം ആവശ്യമുണ്ടാവും, ചിലർക്ക് കുറച്ച് സമയം കൊണ്ട് തന്നെ പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പോൾ ആ ഒരു കാര്യം പിന്നെ ശ്രദ്ധിക്കുക, നിങ്ങൾ എത്ര പഠിച്ചു കഴിഞ്ഞാലും അത് ആപ്ലിക്കേഷൻ ലെവലിൽ വരുമ്പോൾ ചിലർക്ക് അതിനുള്ള ആൻസർ ചെയ്യാൻ പറ്റില്ല. അതായത് നിങ്ങളിപ്പോൾ ഒരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ OMR എക്സാം ആണ് നമുക്ക് വരിക. അപ്പോൾ ആ ഒരു എക്സാമിൽ ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോൾ ആ ചോദ്യങ്ങൾക്ക് ആൻസർ എന്ന് പറയുമ്പോൾ 4 ഓപ്ഷൻസ് ഉണ്ടാവും. ഓപ്ഷൻസിൽ നിന്നും നിങ്ങൾക്ക് തിരഞ്ഞെടുത്ത് എഴുതാനുള്ള കഴിവ് എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല. അത് നമുക്ക് എന്ത് കാര്യവും നമുക്ക് നന്നാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പ്രാക്ടീസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ പഠിക്കുന്നതിൻ്റെ സമയം, ഇപ്പം ചിലർക്ക് ഞാൻ പറഞ്ഞതുപോലെ തന്നെ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ കഴിയില്ല എന്നുള്ളവരുണ്ടെങ്കിൽ അവരുടെ പഠിക്കുന്നതിൻ്റെ സമയം കൂട്ടുക. നമുക്കറിയാം, ഒരു എക്സാം നമ്മളിപ്പം അറ്റൻഡ് ചെയ്തു എന്ന് വിചാരിക്കുക. അതിൽ നമുക്ക് 30 മാർക്ക് കിട്ടിയെങ്കിൽ അടുത്ത എക്സാമിലേക്ക് നമുക്ക് 1 മാർക്ക് കൂട്ടണമെങ്കിൽ ആ ഒരു മാർക്കിന് വേണ്ടിയിട്ട് നന്നായി അധ്വാനിച്ചാൽ മാത്രമേ നമുക്ക് ആ ഒരു 1 മാർക്ക് കൂടി കിട്ടുകയുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. നമ്മുടെ ഇടയിൽ അപ്പോൾ PSC എക്സാമുകൾ പലതരത്തിലുണ്ട്. കോമൺ ആയിട്ട് എല്ലാവരും എഴുതുന്ന എക്സാമുകളുണ്ട്, പിന്നെ അതുപോലെ തന്നെ സ്പെഷ്യലായിട്ട് എഴുതുന്നവരുണ്ടാവും. അതായത് ഞാനിപ്പം കൂടുതലും ചെയ്യുന്നത് ടൈപ്പിസ്റ്റ്, സ്റ്റെനോഗ്രാഫർ ആ ഒരു ഫീൽഡിലുള്ള കാര്യങ്ങളാണ് ഞാൻ കൂടുതലായിട്ടും ചെയ്യുന്നത്. അപ്പോൾ അതിൽ ജനറലായിട്ട് ഉള്ള ആ ഒരു PSC ആണെങ്കിലും സ്പെഷ്യലായിട്ടുള്ള PSC ആണെങ്കിലും അതിൽ നമുക്ക് കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ തുടക്കക്കാർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾക്കിപ്പം SSLC +2 ഡിഗ്രി ലെവൽ ക്വാളിഫിക്കേഷൻസ് ഉണ്ടെങ്കിലും മറ്റുള്ള ക്വാളിഫിക്കേഷൻസ്, അതായത് സ്പെഷ്യലായിട്ടുള്ള ഡിപ്ലോമയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ജനറൽ PSCക്ക് പ്രിപ്പയർ ചെയ്യുന്നതിനേക്കാൾ ബെറ്റർ നിങ്ങളുടെ ഫീൽഡിലേക്കുള്ള PSC പ്രിഫർ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. എന്താണെന്ന് വെച്ചാൽ ജനറൽ PSCയിലാകുമ്പോൾ കോമ്പറ്റീഷൻ കുറച്ച് കൂടുതലായിരിക്കും. അതേസമയം ഇതുപോലെ ഡിപ്ലോമ മറ്റുള്ള കാര്യങ്ങൾ യോഗ്യത നേടിയിട്ട് അതിൻ്റെ മാത്രം എക്സാം എഴുതുകയാണെങ്കിൽ അത് കുറച്ച് കോമ്പറ്റീഷൻ കുറഞ്ഞു കിട്ടും. അതുപോലെ തന്നെ പഠിക്കാനുള്ള ബുദ്ധിമുട്ട് കുറച്ച് കുറഞ്ഞു കിട്ടും. കാരണം നമ്മൾ ആ ഒരു ഫീൽഡ് ഇഷ്ടപ്പെട്ട് തിരഞ്ഞെടുത്തിട്ടുള്ള ഫീൽഡായിരിക്കും. അപ്പോൾ ആ ഒരു ഫീൽഡിലുള്ള കാര്യങ്ങൾ നമുക്ക് പഠിച്ചെടുക്കാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ LD ടൈപ്പിസ്റ്റ്, കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ്, സ്റ്റെനോഗ്രാഫർ തുടങ്ങിയ പോസ്റ്റുകളിലേക്ക് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ അതിൽ നമുക്ക് ജനറൽ PSCക്ക് വരുന്നത് പോലെ തന്നെ കോമൺ പ്രിലിമിനറി എക്സാമുകൾ ഉണ്ടാവും. അതില്ലെങ്കിൽ നമുക്ക് മെയിൻ എക്സാമിൻ്റെ സിലബസിലാണ് എക്സാം വരുന്നത്. എന്തായാലും മെയിൻ എക്സാമിൻ്റെ സിലബസിൽ ഒരു എക്സാം ഉണ്ടാകുന്നതാണ്. അതിൽ നമുക്കറിയാം കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ്, ടൈപ്പ് റൈറ്റിംഗ് ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. അപ്പോൾ ഇതിൽ ഏകദേശം ആ ഒരു ഡിപ്ലോമ അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ കഴിഞ്ഞവർക്ക് ആ ഒരു ഫീൽഡുമായിട്ട് കുറച്ചൊക്കെ ടച്ച് ഉണ്ടെങ്കിലും നമുക്ക് ഈ PSCക്ക് ചോദിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് ആൻസർ ചെയ്യാനോ പഠിച്ചെടുക്കാനോ പെട്ടെന്ന് പറ്റിയെന്ന് വരില്ല. എല്ലാവരുടെയും കഴിവ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരുപോലെ ആയിരിക്കില്ല. അപ്പോൾ നിങ്ങൾ പഠിക്കേണ്ട രീതി എന്ന് പറഞ്ഞാൽ ഈ സിലബസിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഒന്ന് മനസ്സിലാവുന്ന രീതിയിൽ പഠിക്കുക. അത് പഠിക്കേണ്ട മെത്തേഡ് നിങ്ങളുടേതാണ്. അതായത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും പഠിക്കാം, കോച്ചിങ് സെൻറ്ററിൽ പോയി പഠിക്കാം, അല്ലെങ്കിൽ മറ്റുള്ള രീതിയിൽ എങ്ങനെ വേണമെങ്കിലും പഠിക്കാം. ബേസ് ആക്കി എടുത്തതിന് ശേഷം ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് അടുത്ത ഘട്ടം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ എത്ര പഠിച്ചു കഴിഞ്ഞാലും ക്വസ്റ്റ്യൻസിൽ നമുക്ക് ചില ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചതിൽ നിന്നല്ലാതെ വരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ആൻസർ പഠിക്കുന്നത് വഴി നമുക്ക് ആ ഒരു പരീക്ഷയ്ക്ക് കുറച്ചുകൂടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം എന്നുള്ളത് മനസ്സിലാവും. ബേസ് ആക്കി എടുത്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡൗൺലോഡ് ചെയ്യുക. അതിൻ്റെ ആൻസർ കീകളും നമുക്ക് സൈറ്റിൽ നിന്ന് തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ ആ ആൻസർ കീയും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും വെച്ചിട്ട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സോൾവ് ചെയ്ത് പഠിക്കുക.
സോൾവ് ചെയ്ത് പഠിക്കുന്നതിനോട് കൂടി തന്നെ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ ബേസിൽ നോട്ട് എഴുതിയിട്ട് അങ്ങനെ പഠിക്കുക. അങ്ങനെ ആകുമ്പോൾ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എക്സാമിന് കൂടുതൽ മാർക്ക് നേടാൻ കഴിയുള്ളൂ. അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കിതേപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യാം. അടുത്തായിട്ട് നമുക്ക് വരുന്ന ഏത് പോസ്റ്റുകൾ, അതായത് നമുക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ കഴിയുന്ന മാക്സിമം എല്ലാ പോസ്റ്റുകൾക്കും ആപ്ലിക്കേഷൻ കൊടുക്കാം. അതായത് നമുക്കറിയാം ഈ സ്പെഷ്യൽ കാറ്റഗറിയിലുള്ള എക്സാമുകൾക്ക് പലതിലും നോട്ടിഫിക്കേഷൻ വിളിക്കുമ്പോൾ ചിലപ്പോൾ ഒഴിവുകൾ ഉണ്ടാവില്ല, ചിലപ്പോൾ ഒരു ഒഴിവൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഒഴിവ് നോക്കിയിട്ട് ഒരിക്കലും നിങ്ങൾ PSC എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യാതിരിക്കരുത്. ഏത് എക്സാം വന്നാലും എത്ര ദൂരെയാണെങ്കിലും നിങ്ങൾക്ക് പോകാൻ പറ്റുന്നതാണെങ്കിൽ മാക്സിമം, നിങ്ങളിപ്പോൾ തുടക്കത്തിലാണെങ്കിലും അല്ല പഠിച്ച് കുറച്ച് മാർക്ക് കിട്ടുന്ന രീതിയിലാണെങ്കിലും എന്ത് ചെയ്യണം, എല്ലാ എക്സാമുകളും നിർബന്ധമായിട്ടും അറ്റൻഡ് ചെയ്യണം. ഇങ്ങനെ നമ്മളൊരു എക്സാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ എക്സാമിൽ വരുന്ന ക്വസ്റ്റ്യൻസിൽ ചിലത് നമുക്ക് അറിയുന്നുണ്ടാവില്ല. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാം, ആ എക്സാമിൽ പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത എക്സാമിൽ ആ ക്വസ്റ്റ്യൻ തന്നെ വരണം എന്നില്ല, ആ ക്വസ്റ്റ്യൻ്റെ ബേസിലുള്ള, അതായത് ആ കൺസെപ്റ്റിലുള്ള മറ്റുള്ള ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത എക്സാമിന് ആ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ചിലപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ആദ്യമായിട്ട് എക്സാം എഴുതുമ്പോൾ ചിലപ്പോൾ ഒരാൾക്ക് 20 മാർക്കേ സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവുള്ളൂ എന്നുണ്ടാവും. പക്ഷേ എന്ത് ചെയ്യുക, 20 മാർക്കേ കിട്ടിയിട്ടുള്ളൂ, എന്നെ കൊണ്ട് ഇത് പറ്റില്ല എന്ന് ഒരിക്കലും പറയരുത്. നിങ്ങൾ മാക്സിമം പഠിക്കുക, അടുത്ത എക്സാം അറ്റൻഡ് ചെയ്യുക. എന്താണെന്ന് വെച്ചാൽ ഒരാൾക്കും പെട്ടെന്ന് തന്നെ നമ്മൾ പഠിച്ച് കഴിഞ്ഞപാടെ തന്നെ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിക്കൊള്ളണം എന്നില്ല. പ്രാക്ടീസിലൂടെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മാർക്ക് കൂട്ടാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ പഠിക്കുന്നതിൻ്റെ സമയം കൂട്ടിക്കഴിഞ്ഞാലേ നമുക്ക് ആ ഒരു എക്സാമിന് മാർക്ക് കൂടി കിട്ടുകയും ചെയ്യുള്ളൂ. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ വിളിക്കുന്നതും അതുപോലെ തന്നെ എക്സാമുകൾ വരാനുള്ള ആ ഒരു സമയവും നിങ്ങൾ കാത്തിരിക്കാതെ പഠിക്കുക. എന്താണെന്ന് വെച്ചാൽ ചിലപ്പം ആദ്യമായിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കുന്ന ഉദ്യോഗാർത്ഥികളുണ്ടാവും. അവർ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ എക്സാം ഇല്ലെങ്കിലും ആ സബ്ജക്റ്റുകൾ പഠിച്ചുകൊണ്ടിരിക്കുക. ഏത് സമയത്തും നമ്മൾ എക്സാം എഴുതാൻ തയ്യാറായിരിക്കുക. അതാണ് മെയിനായിട്ട് വേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ ബേസിൽ, അതായത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ചെയ്ത് പഠിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ കുറേ അധികം ടൈം ആവശ്യമുണ്ടാവും. അപ്പോൾ അതിൽ പലരും വീട്ടമ്മമാരാണ്, പലർക്കും ജോലി തിരക്കും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി ചാനലിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഓൾറെഡി ഞാനൊരു കോഴ്സ് ചെയ്യുന്നുണ്ട്. അതിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ ബേസിൽ നോട്ട് തയ്യാറാക്കിയിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെയാണ് ഞാൻ കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അതിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, ഒരിക്കലും എല്ലാവരും പഠിപ്പിക്കുന്നത് പെർഫെക്റ്റ് ആയിക്കൊള്ളണം എന്നൊന്നുമില്ല. ഓക്കെ, അതായത് ഞാൻ പറയുന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ എൻ്റെ കോഴ്സ് പർച്ചേസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ മുഴുവൻ മാർക്ക് കിട്ടും എന്ന് പറയുന്നത് എനിക്കങ്ങനെ പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്തൊക്കെ കോഴ്സ് പഠിച്ചാലും ആരുടെ കീഴിൽ പഠിച്ചാലും ഒരു കാര്യം ശ്രദ്ധിക്കാം, നമ്മൾ സ്വന്തം പ്രിപ്പയർ ചെയ്താൽ മാത്രമേ നമ്മളെ മാർക്ക് കൂടുകയുള്ളൂ. അത് നിങ്ങളുടെ എഫേർട്ട് കൂടി ഇട്ട് കഴിഞ്ഞാലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഏതൊരു എക്സാം ആണെങ്കിലും എക്സാമിന് മാർക്ക് വാങ്ങാൻ കഴിയുള്ളൂ. അപ്പോൾ താല്പര്യമുള്ളവർ കോഴ്സിൽ ജോയിൻ ചെയ്യുക. അതിൽ എനിക്ക് പറ്റാവുന്നത്ര മാക്സിമം അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസും റെഫർ ചെയ്ത് അതിൻ്റെ നോട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടാണ് ഞാൻ കോഴ്സിൽ പഠിപ്പിക്കുന്നത്. ബേസ് മുതൽ തന്നെ പഠിപ്പിക്കുന്നുണ്ട്. അതായത് ഒന്നും അറിയാത്തവർക്ക് പോലും ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവുന്ന രീതിക്കാണ് കോഴ്സ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ താല്പര്യമുള്ളവർ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാം. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. ഓക്കെ, പിന്നെ എല്ലാവരും പറയുന്നത് പോലെ തന്നെ ഓരോരുത്തർക്കും ജോലി കിട്ടാൻ ഓരോ സമയമുണ്ട്. എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ പെട്ടെന്ന് ജോലി കിട്ടണം എന്നില്ല. അപ്പോൾ നിങ്ങൾ പഠിക്കുന്നത് ഒരിക്കലും ഉപേക്ഷിക്കരുത്. അതുപോലെ തന്നെ എക്സാമുകൾ അറ്റൻഡ് ചെയ്യുന്നത് എവിടെയൊക്കെയാണെങ്കിലും നിങ്ങൾക്ക് എത്രയ്ക്ക് ബുദ്ധിമുട്ടാണെങ്കിലും എക്സാം ഒഴിവാക്കാൻ പറ്റാത്ത അത്രയും സാഹചര്യമാണെങ്കിലും എന്ത് ചെയ്യുക, എക്സാം പോയിട്ട് അറ്റൻഡ് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ പഠിക്കുക, കൂടുതൽ സമയം ഇരുന്ന് പഠിക്കുക, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്യുക. നിങ്ങളുടെ കഴിവിൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു ജോലി കിട്ടുകയുള്ളൂ. ഏത് ജോലിയാണെങ്കിലും ആ ജോലി കിട്ടുകയുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ചിലർക്ക് വിഷമം ഉണ്ടാവും. കാരണം എന്താ വെച്ചാൽ വയസ്സ് ഏകദേശം കഴിയാനായിട്ടുണ്ടാവും, എങ്കിലും പഠിച്ചുകൊണ്ടിരിക്കുന്ന കുറേ പേരുണ്ടാവും. അപ്പോൾ അവർക്കെന്ന് വെച്ചാൽ നമുക്കറിയാം PSCൻ്റെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് നമുക്കറിയാം. എല്ലാത്തിനും കുറച്ചധികം സമയം ആവശ്യമുണ്ടാവും. അതായത് നമ്മളിപ്പോൾ ഒരു ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് വന്ന് ഒരു അഡ്വൈസ് പോകുമ്പോഴത്തേക്കും കുറേ സമയം എടുക്കും. അപ്പം
നമുക്ക് ആ ഒരു എക്സാമിൽ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ആ ജോലി നമ്മുടെ കയ്യിൽ വരും. ഓക്കെ, അത് ഞാനടക്കം എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് ഒരു ഗവൺമെൻറ് ജോലി. അപ്പോൾ എല്ലാവർക്കും ജോലി കിട്ടും, അത് അതിൻ്റേതായ സമയത്തിന് നമ്മുടെ കയ്യിൽ വന്നു ചേരും. ഓക്കെ, എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.